ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു യാത്രയിലാണ്. ട്രിവാൻഡ്രം ലുലു മാൾ കാണാമെന്ന് പറഞ്ഞ് പോയതാണ്. കണ്ടിട്ടുണ്ട്, എന്നാലും വെക്കേഷനിൽ നിന്നപ്പോഴത്തേക്കും എൻ്റെ മക്കൾക്ക് ലുലുവിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ലുലുവിലേക്ക് വിട്ടു. ഇപ്പം നമ്മൾ ലുലുവിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ട്രിവാൻഡ്രം ലുലു മാളാണ്. അതിൻ്റെ ഗ്രൗണ്ടിലാണുള്ളത്. നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു പരിസരമാണേ. ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരെയും വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവരെയും എനിക്ക് കാണിക്കേണ്ടി വരുമോ എന്നൊരു ടെൻഷൻ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻ്റ് ഇട്ടയക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ കുട്ടീസിന് മുകളിൽ പോകണം, വന്ന് കയറിയ മുകളിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഒരു 12 മണി കഴിഞ്ഞു, ഉച്ച സമയമാണ്. വലിയ തിരക്കൊന്നും ഇല്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ വാഹനങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലാമൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങിയത്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. ഇത് കൗണ്ടറാണ്. ഇപ്പോൾ വലിയ ആളൊന്നും അവിടെ ഇല്ല. ഇവിടെ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ സെക്ഷനാണ്. നല്ല ഓഫറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുവാണ്. എൻ്റെ കുട്ടീസിൻ്റെ കയ്യിൽ കണ്ണിൽ കാണിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചോ അത് തന്നെ ഇതാ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എനിക്ക് ബോക്സ് വേണം, ഇത് വേണം, അത് വേണം എന്നും പറഞ്ഞ് കുട്ടീസ് വാശി പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാഗ് ഐറ്റംസ്, കുട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടെ നിന്ന് മേടിക്കുന്ന കാര്യം നടക്കുന്നതല്ല, നല്ല റേറ്റാണ്. പിന്നെ അത് കഴിഞ്ഞു നമ്മളിത് ഈ ഒരു സെക്ഷനിലോട്ട് വന്നു. അതിൻ്റെ ഓരോ ബോട്ടിൽസും കാണാനായിട്ട് ഭയങ്കര നല്ല ക്യൂട്ടായിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു പാത്രത്തിൽ ഞാൻ നോട്ട ഇട്ടു, പക്ഷേ നല്ല റേറ്റാണ്. അതുകൊണ്ട് അതും അവിടെ വെച്ചു. പിന്നെ ഓർത്തു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ്. ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതൊന്നും ഓഫർ ഇട്ടേക്കുന്നതല്ല. ഓഫർ ഇട്ടേക്കുന്നത് മാത്രമാണ് നമുക്ക് മേടിക്കാൻ കുറച്ചൊരു ലാഭമുള്ളത്. പിന്നെ ഇതൊന്നും അടുക്കാൻ പറ്റാത്ത വിലയാണ്. ഇതേ കണ്ടോ, ഒത്തിരി പാത്രങ്ങളുണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. നല്ല നല്ല കമ്പനി പ്രോഡക്റ്റാണ്. എന്നാലും ഒരുപാട് റേറ്റ് വരുന്നത് കൊണ്ട് പിന്നെ നമുക്കൊന്നും പറ്റിയ സെക്ഷനല്ല. ബാഗ് തന്നെ, സ്കൂൾ ബാഗ് തന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2000 രൂപ, 1900 അങ്ങനെയൊക്കെ വരുന്നുണ്ട് റേറ്റ്. അതുകൊണ്ട് മെല്ലെ ഞാൻ അവിടെ വെച്ചു.
പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് ഈ ഒരു മീനിൻ്റെ മാർക്കറ്റിലോട്ടാണ്. ആ ഒരു സെക്ഷനിലോട്ട് പോയപ്പോൾ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നല്ല റേറ്റ് വരുന്നുണ്ട്. ഇത് വാങ്ങിക്കുന്നൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്കൊരു ഒരു യാത്ര പോയി എന്നൊരു ഇത്. പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സാണ്. പിന്നെ മുട്ടായിയുടെ സെക്ഷൻ. ഇവിടെ നമ്മൾ മുട്ടായി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഒത്തിരി സാധനങ്ങളുണ്ട്. ഗുലാബ് ജാം, അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ ഇതിനിടയ്ക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും നോക്കുന്നത്. ഇവിടെ ഒരു ഊണ് മേടിച്ചാൽ പോലും 200 രൂപയാണ്. അതിനേക്കാൾ നല്ലത് പുറത്ത് പോയി കഴിച്ചിട്ട് വരുന്നതാണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ കട്ട് ഫ്രൂട്ട്സ് ആണ്. പലതരം കട്ട് ഫ്രൂട്ട്സ് ഒരുമിച്ച് വെച്ചതുണ്ട്. പിന്നെ അല്ലാതെ ഓരോരോ ഫ്ലേവർ ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ പലതരം വാട്ടർ ബോട്ടിൽസ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ പലതരം ബോട്ടിൽസും ഇവിടെയുണ്ട്. ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് ഐറ്റംസ് ആണെങ്കിലും ഉണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് ഹൈ ആണെന്നേ ഉള്ളൂ. കാണാൻ ലുക്കുള്ള ബോട്ടിൽസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയാൽ കുറേ കാസ്ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറേ സ്പൂണും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നും എടുക്കണം. ഒരു സ്പൂൺ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കണം എന്ന് വിചാരിച്ചു, കറിയൊക്കെ കോരാനായിട്ട്. പക്ഷേ വീഡിയോ എടുത്ത് ഇങ്ങ് പോന്നു. അത് കാരണം അത് നോക്കാനേ പറ്റിയില്ല. ആദ്യം ഇതെടുക്കണമെന്ന് പറഞ്ഞ് നിന്നതാണ്. പിന്നെ വീഡിയോ എടുത്തപ്പോൾ മറന്നുപോയി. പിന്നെ ഇങ്ങ് പോന്നു. അത് കാരണം എൻ്റെ ക്യാഷ് കുറച്ചൊന്ന് സേവാക്കാൻ പറ്റി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കിച്ചൺ ടൂൾസ് തന്നെ ഒരുപാടുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഫ്രൈ പാനും മറ്റു കാര്യങ്ങളൊക്കെ. വീട്ടമ്മമാർ ഇവിടെയൊക്കെ വന്നാൽ തൂത്തുപറക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നടക്കൂല, ഭയങ്കര വിലയാണ്. ഇരിക്കുന്നത് എന്താ സാധനമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഇങ്ങോട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ മോനാണ് പറഞ്ഞത് ഇത് എന്തിനുള്ളതാണെന്ന്. ആദ്യം ചെറിയ ആളത് തലയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, കിരീടം പോലെ. പക്ഷെ അല്ല, ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കത്തില്ലേ, തോരത്തിനൊക്കെ അരിയുന്ന ആ ഒരു സാധനമാണ്. പിന്നെ ഇത് ബീഫ്, മട്ടൻ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഇറച്ചി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്.
എല്ലാ പർച്ചേസിങ് കഴിഞ്ഞു. അകത്ത് ഭയങ്കര തിരക്കായി. കൗണ്ടറിലൊന്നും നല്ല തിരക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതാ പോകുന്നു. ടാറ്റാ ബൈ ബൈ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.